എല്ലാവർക്കും നമസ്കാരം. വരാഹ ഹോമം അല്ലെങ്കിൽ ഭൂവരാഹ ഹോമം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? അതിൻ്റെ ഗുണം എന്താണ്? അല്ലെ ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മൾ വരാഹോമം ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കാം. സ്ഥല സംബന്ധമായ അല്ലെ സ്ഥലം വിൽപ്പനയ്ക്ക്, സ്ഥലം കൈമാറ്റം ചെയ്യുന്നതിന് ഒക്കെ തടസ്സമായിട്ട് വരുമ്പോൾ നമ്മൾ വരാഹമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും വരാഹ പൂജ അല്ലെ ഭൂവരാഹ ഹോമമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ തടസ്സങ്ങളൊക്കെ മാറി നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ആ ഹോമം ചെയ്യേണ്ടത്? നമ്മൾ ഏത് സ്ഥലമാണോ വിൽപ്പനയ്ക്ക് ഉദ്ദേശിച്ചത് ആ സ്ഥലത്തിൻ്റെ 4 മൂലയിൽ നിന്ന് മണ്ണെടുത്ത് ആ മണ്ണ് ഹോമത്തിൽ അഗ്നിയിൽ ഹോമിച്ചതിന് ശേഷം വരുന്ന ഭസ്മവും ഹോമസമ്പാദവും കൂടിക്കലർത്തി ഈ പറയുന്ന സ്ഥലത്ത് ചുറ്റും വിതറുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ വിൽപ്പന നടക്കും എന്നുള്ളതാണ് പഴമക്കാർ പറയാറുള്ളത്. അതുപോലെ തന്നെ വരാഹമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലൊക്കെ ഇതുപോലെ ഭൂവരാഹ പൂജയൊക്കെ നടത്താറുണ്ട്. അവിടെ ഇതുപോലെ മണ്ണ് കൊണ്ടുപോയി പൂജിച്ച് ഈ വിൽപ്പന നടത്തേണ്ട സ്ഥലത്ത് വിതറുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ സ്ഥല വിൽപ്പന നടക്കും എന്നും പറയാറുണ്ട്. അപ്പോൾ ഭൂവരാഹ ഹോമവും ഭൂവരാഹ പൂജയും ഒക്കെ സ്ഥലം വിൽപ്പനയും സ്ഥലം കൈമാറ്റത്തിനും നമ്മളെ മനസ്സിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാനൊക്കെ ഏറ്റവും ഉത്തമമാണ്. അപ്പം വരാഹമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ പൂജകളൊക്കെ ചെയ്യാൻ. എല്ലാവർക്കും വരാഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.